SIR നടപടികളിൽ രാജ്യത്തുടനീളം സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്ക് അറുതിയില്ല. പൗരന്മാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് മുതൽ BLOമാരുടെ ആത്മഹത്യ വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തൊക്കെ സംഭവിച്ചാലും പിന്നോട്ടില്ലെന്ന ധാർഷ്ട്യ മനോഭാവമാണ് കമ്മീഷൻ വച്ചുപുലർത്തുന്നത്. ഭാരതരത്നയും നോബൽ സമ്മാനവും ലഭിച്ച ആദരണീയനായ ഒരു വ്യക്തിയോട് പോലും 92-ാം വയസ്സിൽ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെന്നിനെ പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 92 വയസ്സുള്ള അമർത്യ സെൻ പൗരത്വം തെളിയിക്കുന്നതിനായി രേഖകളുമായി കമ്മീഷന് മുൻപാകെ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസിലൂടെ അറിയിപ്പ് ലഭിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടപ്പിലാക്കുന്ന SIR പ്രക്രിയയുടെ ഭാഗമായാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അമർത്യ സെന്നിന് പുറമെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി, തൃണമൂൽ കോൺഗ്രസ് MPയും നടനുമായ ദേവ് എന്നിവർക്കും സമാനമായ നോട്ടീസുകൾ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി മരിച്ചവരെയും താമസം മാറിയവരെയും ഒഴിവാക്കുന്ന പ്രക്രിയയാണ് ഇതെന്നാണ് കമ്മീഷൻ വാദിക്കുന്നത്. എന്നാൽ ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ പൗരത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും ക്ലാസ് എടുക്കുന്ന ഒരു പണ്ഡിതനോട് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് BJPയുടെയും കേന്ദ്ര ഏജൻസികളുടെയും രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് പശ്ചിമ ബംഗാൾ ഒന്നടങ്കം വിശ്വസിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെയും മോദി ഭരണത്തിലെ പാളിച്ചകളെയും വസ്തുതകൾ നിരത്തി നിരന്തരം വിമർശിക്കുന്ന വ്യക്തിയാണ് അമർത്യ സെൻ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തിയ 2013 മുതൽ തന്നെ തന്റെ വിയോജിപ്പുകൾ തുറന്നു പറയാൻ അമർത്യ സെൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. തുടർന്നുള്ള പകപോക്കലാണ് അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ പൗരത്വവും വോട്ടർ പട്ടികയും ആയുധമാക്കുകയാണ് ഇപ്പോൾ അധികാരികൾ ചെയ്തിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ ഇത് കേവലം ഒരു ടൈപ്പിംഗ് പിശകാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടിയൂരാനാണ് ശ്രമിക്കുന്നത്. അതോടെ ഈ വിവാദം കെട്ടടങ്ങുമെന്ന് കമ്മീഷൻ കരുതുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ ഗൂഢലക്ഷ്യം ഇതിനോടകം തന്നെ വെളിവാക്കപ്പെട്ടു കഴിഞ്ഞു. മരിച്ചവർ, താമസം മാറിയവർ, ഇരട്ട വോട്ടുകളുള്ളവർ എന്നിങ്ങനെയാണ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ കുറവിന് നൽകുന്ന സാങ്കേതിക ന്യായീകരണം. എന്നാൽ 46 ലക്ഷത്തോളം പേർ മരിച്ചവരാണെന്നും 2 കോടിയിലധികം പേർ താമസം മാറിയവരാണെന്നും പറയുന്ന കമ്മീഷൻ അമർത്യ സെന്നിനെ പോലൊരാൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടതെന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ബംഗാൾ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ BJPക്ക് ഈ നീക്കം വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ്. പൗരത്വത്തിന്റെ പേരിൽ സാധാരണക്കാരനെ ഭയപ്പെടുത്തിയിരുന്നവർ ഇപ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായ ഭാരതരത്ന ജേതാക്കളെ പോലും വെറുതെ വിടുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ജനങ്ങൾ. പൗരത്വത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ സംഭവം മാറിക്കഴിഞ്ഞു. ചരിത്രത്തെയും സംഭാവനകളെയും നോട്ടീസ് അയച്ച് പേടിപ്പിക്കാൻ കഴിയില്ലെന്ന വലിയ സത്യമാണ് ഈ വിവാദം അടിവരയിടുന്നത്.